ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. ഇന്ന് വൈകുന്നേരം മുതൽ പിന്നെയും വെടിപൊട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വെടിപൊട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നൃത്തമാടാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളെയൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഫോണിലായാലും വാട്സപ്പിലായാലും ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. എന്തിനാണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ്. ഇനി 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം സങ്കടപ്പെട്ട് കുത്തിയിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ പടക്കം പൊട്ടിക്കുക, പിന്നെ എന്താണ് നൃത്തമാടുക, വെടിവഴിപാട് ആരും വെടിവഴിപാടൊക്കെ നടത്തിയെന്നാ പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, വെടിവഴിപാട് നടത്തുക. അപ്പോൾ നമ്മുടെ പുതിയ സർക്കുലർ, എന്തുകൊണ്ട് സർക്കുലർ ഇറങ്ങുന്നില്ല എന്നൊക്കെ ചോദിച്ചതിന് മാഡം സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. എന്തായാലും 22-ാം തീയതി നമ്മുടെ കോടതിയുടെ ചെലവിനുള്ള കാശ് കൊടുക്കാം എന്ന് പറഞ്ഞ ഉത്തരവിന് ശേഷം 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? 4ാമത്തെ ദിവസമാണ് ഇന്ന്. 23, 24, 25, 26-ാം തീയതിയാണ്. അപ്പോൾ ഒരു വലിയൊരു സർക്കുലർ തന്നെ മാഡം ഇറക്കിയിരിക്കുകയാണ്. ഐറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ വിഡ്രോവൽ ഓപ്ഷൻ ഇന്നു മുതൽ 26/12/2023 കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ്. ഇതാരാണ് തടഞ്ഞു വെച്ചത്? കോടതിയാണോ തടഞ്ഞു വെച്ചത്? അല്ലല്ലോ, ഇവർ തന്നെ വിഡ്രോവൽ ഓപ്ഷൻ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ മുന്നേ കാണിച്ചിരുന്നത് സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു എറർ മെസ്സേജായിരുന്നു, അല്ലെങ്കിൽ മെസ്സേജായിരുന്നു അവിടെ കാണിച്ചിരുന്നത്. അത് മാറ്റി ഇവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇവരുടെ കമ്പനി പൂട്ടിയിട്ടും കമ്പനിക്ക് ഒരു ബിസിനസ് നടക്കാത്ത സമയത്തും ഇവർ പേ ഔട്ട് പേ ഔട്ടല്ല, നമ്മുടെ വാലറ്റിലേക്ക് ഞായറാഴ്ച രാവിലെ കാശിട്ട് കൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയറിൽ എന്ത് മാറ്റം വരുത്താനും ഇവർക്ക് പൂർണ്ണ അധികാരമുണ്ട്. അപ്പോൾ അതിൽ പണ്ടത്തെ പോലെ തന്നെ വിഡ്രോവൽ ഓപ്ഷൻ തിരികെ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത 3 ദിവസത്തേക്ക് കണ്ടീഷൻ ഉണ്ടല്ലേ, കമ്പനിയുടെ എല്ലാ വാലറ്റ് വിഡ്രോവലുകളും 10 ദിവസത്തിനുള്ളിൽ പൂർവ്വസ്ഥിതിയിലാവുന്നതാണ്. അതെന്താണ്, 3 ദിവസം എടുക്കണോ അല്ല 10 ദിവസം എടുക്കണോ പൂർവ്വസ്ഥിതിയിലാവാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊരു ചെറിയൊരു സൂചന തരികയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിപ്പം ഏത് സമയത്തും അവിടെ നിന്ന് അപ്രത്യക്ഷമാകാം. അപ്പോൾ ഒരിക്കലും പറയാം അത് 10 ദിവസം വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഡം. ഇപ്പോൾ പിന്നെയും 10 ദിവസം 29 പിന്നെ എറിഞ്ഞിരിക്കുകയാണ്, 9-ാം തീയതി വരെ എറിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ 26-ാം തീയതി ആണെങ്കിൽ അടുത്ത 6-ാം തീയതി വരെ എറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നീട്ടി കൊണ്ടുപോവാണ്. അടുത്ത 3 ദിവസത്തേക്ക് താഴെ പറയുന്ന രീതിയിലായിരിക്കും കസ്റ്റമേഴ്സിന് വിഡ്രോവൽ. അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ കളികൾ തുടങ്ങിയിരിക്കുന്നത്. ആക്റ്റീവ് സ്ട്രെയിറ്റ് ലൈൻ പൂൾ ഇൻകം വാലറ്റുകളിൽ നിന്ന് 25,000 രൂപയ്ക്ക് താഴെയുള്ള വാലറ്റ് ബാലൻസ് ഉള്ളവർക്കാണ് വിഡ്രോവൽ നൽകുന്നത്. അപ്പോൾ 25,000 രൂപ താഴെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണ്, HROTTയുടെ ആൾക്കാരെന്നും കമ്പനിയുടെ ഓണേഴ്സ് അല്ലേ? ഈ ചെറിയ 10,000, 20,000, 30,000 ഇട്ടൊക്കെ അതിന് മാത്രമാണോ നിങ്ങൾ വിഡ്രോവൽ കൊടുക്കുന്നത്? ബാക്കിയുള്ളവരുടെ പൈസയൊന്നും ശരിക്കുള്ള പൈസയല്ലേ, കള്ളപ്പണമാണോ? OTT ഷെയർ വാലറ്റ് വിഡ്രോവൽ ഒരു ദിവസത്തേക്ക് 500 കസ്റ്റമേഴ്സിനാണ് നൽകുന്നത്. ഈ വാലറ്റുകളിൽ നിന്നും പരിധിയില്ലാതെ തുക പിൻവലിക്കാൻ സാധിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 500 ആക്കാണ് എന്ന് അവിടെ ഒരു ക്ലോസ് വെച്ചത് സംശയം ഉളവാക്കുന്നു. അപ്പോൾ 500 ആക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ആർക്കും തന്നെ കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ പറയും ഇന്നത്തെ ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് കഴിഞ്ഞു, നിങ്ങൾ 501-ാമത്തെ ആളാണ് എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലിമിറ്റ് വെച്ചിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും അൺഫ്രീസ് ആക്കി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻ വെക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മന്ദബുദ്ധികളായ നമ്മുടെ പ്രിയപ്പെട്ട ബിസിനസ് ഓണേഴ്സ്, ബില്യണേഴ്സ് ഒക്കെ ഒന്ന് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ് ഈ 500 ആൾക്ക് മാത്രം കൊടുക്കുന്നത് എന്ന്. കസ്റ്റമേഴ്സിന് ഇന്ന്
26/12/2023 മുതൽ റിസിപ്റ്റ് അപ്ലോഡ് ചെയ്ത് പിൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. മറ്റേ ID ടോക്കൺ ടോക്കൺ ഡിജിറ്റൽ ID എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും ഇവർ ചില ആൾക്കാരുടെ ഏജൻറ്റുകളുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടിട്ട് അത് മുഖാന്തരം സോഫ്റ്റ്വെയറിൽ പിൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരുടെ മറ്റ് അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ആയെങ്കിൽ കൂടി ഏജൻറ്റിൻ്റെ പല പുതിയ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാത്ത അക്കൗണ്ട് വഴി ഇവർ നമ്മളുണ്ടാവുമല്ലോ, എത്രയായി കഴിഞ്ഞാലും കുറുക്കൻ കോഴിയെ മോഷ്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ കുറുക്കൻ നോക്കുന്നത് കോഴിയുടെ ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില കോഴികളൊക്കെ വിചാരിക്കും ആ കുറുക്കൻ എന്നെ വല്ലാതെ സ്നേഹമാണ്, എന്നെ പൊന്നു പോലെ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ചില കോഴികളൊക്കെ ചിലപ്പോൾ കുറുക്കൻ്റെ കൂടെ പോവായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഈ വിഷമഘട്ടത്തിലും ചിലപ്പോൾ ചില ആൾക്കാർ പൈസ ഇടുന്നുണ്ടാവുമായിരിക്കും. അതൊക്കെ അവരുടെ ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്തിട്ട് അവരെ ചതിക്കുന്നതാണ് എന്ന് അവർ തിരിച്ചറിയും കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ. അപ്പോൾ നമുക്കറിയില്ലേ, ഏതോ കണക്ക് മാഷ് പറഞ്ഞ കാര്യവും ഏതോ ഒരുത്തൻ GST നമ്പർ ഉണ്ടോ, എന്നാൽ GST നമ്പർ ഉണ്ടെങ്കിൽ ഞാനിതാ 10 ലക്ഷം ഇപ്പം ഇട്ടുതരാം, ഞാൻ GST നമ്പർ ഇല്ലയെന്നാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ കേസൊക്കെ വന്ന സമയത്ത് ഇവരുടെ കമ്പനിയുടെ ടേൺ ഓവർ ഇത്രയുണ്ടെന്ന് പറഞ്ഞേരം ഏതോ കണക്ക് മാഷ് പറഞ്ഞായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അവസാനം കമ്പനി നന്ദി പറഞ്ഞിരിക്കുകയാണ്. വെടിപൊട്ടിച്ചവർക്കും ഇതുവരെ കേസിനെ കുറിച്ച് ആലോചിക്കാത്തവർക്കുമുള്ള നന്ദിയായിട്ട് വേണം ഇത് കരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കഴിഞ്ഞ നാളുകളിൽ എന്ത് പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? അതൊക്കെ വെറുതെ ഫേക്ക് ന്യൂസ് അല്ലേ, ഫേക്ക് ന്യൂസ് വെറുതെ ആൾക്കാർ പറയുകയാണല്ലേ. നമ്മുടെ ഓഫീസ് പണ്ടത്തെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാവരും സീലിംഗ് അച്ചീവ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്ത് പ്രതിസന്ധിയാണ് മാഡം പറയുന്നത്? അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. നിങ്ങൾ പല യൂട്യൂബർമാരും മറ്റേ ഫേസ്ബുക്കിലും കർമ്മ ന്യൂസൊക്കെ കണ്ടിട്ട് വെറുതെ ഇല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മണ്ടന്മാരായ ബിസിനസ് ഓണേഴ്സ് ചിലപ്പോൾ വിചാരിക്കും ശരിക്കും പ്രതിസന്ധി ഉണ്ടോ എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ദയവ് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കഴിഞ്ഞ നാളുകളിൽ ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജ്മെൻറ്റിനും ടീമിനും പൂർണ്ണ പിന്തുണ നൽകുകയും അറിയിക്കുകയും എല്ലാ സഹായങ്ങൾക്കും മുന്നിട്ടിറങ്ങുകയും ചെയ്ത ഹൈറിച്ച് കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നാളിതുവരെ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കും സഹകരണവും തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ. ചീന മേഡമാണ് നമ്മുടെ ഒപ്പൊക്കെ ചാർത്തിയിരിക്കുന്നത്. പിന്നെ അപ്പോൾ ചീന മേഡം ഒളിവിലല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നിങ്ങൾക്കറിയാലോ, ഒരു പൊടി പിടിച്ച അല്ലെങ്കിൽ ആൾ കയറാത്ത ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റ് കാണിച്ചിട്ട് ഇവിടെ 2 കോടിയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ടീമാണ്. അതുപോലെ തന്നെയാണ് 2 പൊളിഞ്ഞ മലയാള പടം എടുത്തിട്ട് ഓണത്തിനിട്ടിട്ട് ഇവിടെ ഡെയിലി നമുക്ക് കോടിക്കണക്കിന് വരുമാനമുണ്ട് എന്ന് പറഞ്ഞ ടീമാണ്. വെറും 1 ലക്ഷം ആപ്പ് ഡൗൺലോഡ് ചെയ്ത അവരോടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പിന്നെ HROTT മറ്റേ HRC കോയിൻ്റെ കാര്യം പിന്നെ പറയണ്ട. HRC കോയിൻ ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് എടുത്തു കളഞ്ഞു തോന്നുന്നു. ഇപ്പോൾ നോക്കുമ്പോഴും ഇപ്പോൾ കുറച്ച് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തേക്ക് 24 മണിക്കൂർ 0 ഇപ്പോൾ 24 മണിക്കൂറിൽ വലിയ ട്രാൻസാക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് $35,000 ടേൺ ഓവറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടാണ്, നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടാണോ മാഡം ഇങ്ങനെയൊക്കെ
പൈസ കടത്തുന്നത് പിന്നെയും. അപ്പോൾ പൈസ വിലയും പൊന്തിയിട്ടുണ്ട്. $1 70 പൈസയാണ്, $2 നിങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് $1 70 പൈസയാണ് ഇപ്പോഴത്തെ വില. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പറ്റിച്ച ഒരാളാണ് നമ്മുടെ ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കമ്പനിക്കാരെ വളരെ വിശ്വാസമുള്ളത് കൊണ്ട് കിട്ടിയ അവസരത്തിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡർമാരൊക്കെ 10 പൈസയും 35 പൈസയും ഒക്കെ ബാക്കി വെച്ചിട്ട് മൊത്തം വിഡ്രോവൽ അടിക്കുകയാണ്. എന്താണ് ഇവരുടെയൊക്കെ വിശ്വാസം അല്ലേ? അപ്പോൾ നമുക്ക് കമ്പനിയെ വിശ്വാസമുണ്ട്, നമ്മൾ ഈ പൈസ എടുക്കുന്നില്ല എന്നല്ല ലീഡർ തീരുമാനിക്കുന്നത്. ലീഡർമാർ ഒരു 10 പൈസയും 20 പൈസയും 35 പൈസയൊക്കെ വെച്ചിട്ട് മൊത്തം വിഡ്രോവൽ അടിക്കുകയാണ്. 25,000 ആണെങ്കിൽ 25,000 കിട്ടട്ടെ എന്നാണ് ലീഡർമാരുടെയും ചിന്ത എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായി കഴിഞ്ഞാലും പാവങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വിഡ്രോവൽ കൊടുക്കണം. നമുക്ക് നോക്കാം ഇവർ എത്രമാത്രം കൊടുക്കാൻ സാധിക്കുമെന്ന്. ഒന്നും വിചാരിക്കേണ്ട, നമ്മളുടെ പൈസ തന്നെയാണ് ഇവർ തരുന്നത്, അല്ലാതെ ഇവരെവിടെയും കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലാഭമല്ല, നിങ്ങളുടെ പൈസ തന്നെയാണ് തരുന്നത്. അപ്പോൾ എല്ലാവരും വിഡ്രോവൽ ഓപ്ഷൻ കൊടുക്കണം. എന്നിട്ട് പൈസ കിട്ടിയില്ലെങ്കിൽ അതും ഒരു തെളിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.